പാൽ ചായ എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും നോക്കാം. ചായ എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെ ഒരു വികാരമാണ്. രാവിലെ എണീറ്റ് ഉടനെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും വെടിയും തീ പോലെ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഒരു ചായ, ഇടനേരത്തിന്റെ കൂടെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ, അങ്ങനെ ചായ എന്ന് പറയുന്നത് മലയാളിയുടെ മാത്രമല്ല മിക്ക ആൾക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്ന പാൽ ചായയാണ്. ഇതിൽ 5 ഗ്രാം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ ചായ കുടിച്ചതിന് ശേഷം എന്റെ ബോഡിയിൽ എത്ര ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കി എന്നുള്ളത് ഈ CGM സെൻസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പാൽ ചായ കുടിക്കുന്നതിന് മുന്നേ എന്റെ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് 96 ആയിരുന്നു. അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള റീഡിംഗ് ഇങ്ങനെയാണ്. പീക്ക് ഒരു 120 വരെ പോയിട്ടുണ്ട്. അത്ര വലിയൊരു സ്പൈക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാര്യം വെറും 5 ഗ്രാം ഷുഗർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചായയുടെ ക്വാണ്ടിറ്റിയും ചായയിൽ ആഡ് ചെയ്യുന്ന ഷുഗറിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചായ ഉണ്ടാക്കുന്ന ബ്ലഡ് ഷുഗർ ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. തോന്നുമ്പോൾ എല്ലാം ചായ കുടിക്കാണ്ട് ആവശ്യമുള്ള സമയത്ത് വളരെ അത്യാവശ്യമാണ് തോന്നുന്നത് മാത്രം ചായ കുടിക്കുന്നതാണ് ഉത്തമം. ഷുഗർ ഇടാതെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം.